കുലാചാരം അല്ലെങ്കിൽ കുലദേവത ആരാധന ഒരു കുടുംബത്തിൽ മുടങ്ങിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമായിരിക്കും? അന്നത്തെ ആയുധങ്ങളാണ് സത്യത്തിൽ. അന്ന് അതേ ഉണ്ടായിട്ടുള്ളൂ. AK-47 അന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ദേവതയുടെ കയ്യിൽ അതായത്. അന്ന് യുദ്ധമുഖത്ത് വാളും പരിചയം കയറും തോട്ടിയും പിന്നെ പരിചയമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ ദേവതയ്ക്ക് അത് കൊടുത്തത്. പണ്ട് 8-10 മക്കളൊക്കെ ഉണ്ടായിരുന്നത്. അന്നത്തെ സർവൈവൽ നിരക്ക് കുറവായിരുന്നു. 10 പ്രസവം നടന്നാലാണ് ഒരു 2-3 കുട്ടികളെ ആരോഗ്യത്തോടെ ആ പിതാവിനും മാതാവിനും അവരുടെ വാർദ്ധക്യകാലത്ത് കാണാൻ പറ്റും. ഉള്ള സിനിമകളൊക്കെ കണ്ടറിയാം. അവർക്ക് ഈ വസൂരി പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആ കുട്ടിയെ എടുത്തിട്ട് അവർ ഈ അവരുടെ ആ ഒരു 4 കല്ലൊക്കെ വെച്ചിട്ടൊരു ഗോത്ര ദേവത ഉണ്ടാവും. ആ ദേവതയുടെ മുമ്പിൽ പോയിട്ട് അവർ വിളിച്ചു ചൊല്ലി കരഞ്ഞു പറയും, ഇതിങ്ങനെ സംഭവിച്ചല്ലോ, അതെന്തിനാണത് മാറ്റിത്തരാന്നൊക്കെ. അപ്പോൾ അവരുടെ ആശ്രയം അതാണ്. നമസ്കാരം, ദ സൺ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ വസുദേവ് സൂര്യനാണ്. സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുലാചാരത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് സംസാരിച്ചിരുന്നു. എങ്കിലും അതിൽ കൂടുതലായിട്ട് ഒന്നും കൂടി അറിയാൻ താല്പര്യമുണ്ട്. കുലാചാരത്തെക്കുറിച്ച് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? അതെ, ഉറപ്പായിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കുലാചാരം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം കുറച്ച് അധികം പറയേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു സമയം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അത് പറയാം. നമ്മൾ ഓരോ കുലത്തിൻ്റെയും നന്മയ്ക്കും അഭിവൃദ്ധിക്കും സമൃദ്ധിക്കും വേണ്ടി നമ്മുടെ തന്നെ പൂർവികരായ ഏതോ ഒരു കാരണവർ കണ്ടുപിടിച്ച് ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തി ഒരു ദേവതയെ കുടിയിരുത്തി ആ ദേവതയെ നമ്മൾ പൂർവികരായിട്ട് വർഷങ്ങളായിട്ട് പരിപാലിച്ചു വരുന്ന, അതായത് എങ്ങനെയാണോ നമ്മുടെ പൂർവികർ പരിപാലിച്ചത് അതേ രീതിയിൽ പരിപാലിച്ചു വരുന്നതിനെയാണ് നമ്മൾ കുലാചാരം എന്ന് പറയുന്നത്. കുലം എന്ന് പറയുന്ന മനസ്സിലായി, ഓരോ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു പണ്ട് കുലങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ പോലെയല്ല അന്നത്തെ തൊഴിൽ സാധ്യതകൾ. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇന്നത്തെ ഒരു തൊഴിൽ സാധ്യതകളും അല്ല അന്ന് പ്രധാനമായിട്ടും ഇപ്പോൾ കൃഷി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ളതാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനും അതിൽ അഭിവൃദ്ധി ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ദേവതയെ ചൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നായർ കുലം എന്നുള്ളതൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. അപ്പോൾ നായർ കുലം എന്ന് പറയുന്ന അത് ഉദാഹരണം പറഞ്ഞെങ്കിലും എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ മറ്റ് മതങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഹിന്ദു മതത്തിൽ ഹൈന്ദവമായ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നതെങ്കിലും കൂടി ഇപ്പോൾ ക്രൈസ്തവർക്കും മറ്റ് ഇസ്ലാം മതവിശ്വാസികൾക്കും ഒക്കെ അവരുടേതായ കുലാചാരങ്ങളുണ്ട്. അതായത് കുലം എന്ന് പറയുമ്പോൾ, കുലാചാരം എന്ന് പറയുമ്പോൾ ഒരു ഹൈന്ദവമായിട്ടുള്ളൊരു ചടങ്ങുകളും പൂജാവിധികളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം. ശരിയല്ലേ? അങ്ങനെയല്ല, എല്ലാ മതങ്ങളിലും അതിൻ്റേതായ രീതിയിലുള്ള കുലാചാര സമ്പ്രദായങ്ങളുണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് പർട്ടിക്കുലർലി നമ്മുടെ ഹൈന്ദവ മതത്തിൻ്റെ കാര്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ കുലാചാരം ഓരോ കുലത്തിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഓരോ കുലത്തിലെയും കുലദേവത വ്യത്യാസം ഉള്ളതായിരിക്കും. തൊഴിലിന് അടിസ്ഥാനമായിട്ടാണ് ദേവതയെ ചൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ യുദ്ധത്തിന് പോകുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കളരി അല്ലെങ്കിൽ ഇപ്പോൾ സേനാവൃത്തി, സൈനിക വൃത്തി ഒക്കെ പണ്ടൊരു തൊഴിലായിരുന്നു. ഇപ്പോൾ നായനാർ എന്നൊക്കെ പറയുന്ന പണ്ട് രാജാക്കന്മാരുടെ അംഗരക്ഷകർ അല്ലെങ്കിൽ സൈന്യാധിപന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ദേവത എന്ന് പറയുന്നത് അവരെ യുദ്ധത്തിന് പോകുമ്പോൾ സംരക്ഷിക്കാൻ, അവരെ ശരീരത്തിനെയും അവരുടെ ആയുസ്സിനെയും, അതായത് അവരുടെ കുടുംബത്തെയും അവരുടെ ആ യുദ്ധവീര്യമുള്ള ഒരു ദേവതയായിരിക്കും അവരെ ആരാധിച്ചിട്ടുണ്ടാവുക. ഉദാഹരണം ഭദ്രകാളിയുടെ തന്നെ പോർക്കലി എന്നൊക്കെ പറയുന്ന ഒരു ഭേദമുണ്ട്, ഒരു ഭാവമുണ്ട്. പോർക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധദേവതയാണ്. ആ പോർക്കലി എന്ന് പറയുന്ന യുദ്ധദേവതയെ ഒരു കൃഷിക്കാരന് ആവശ്യമില്ല. അവിടെ ആ കൃഷി സംരക്ഷിക്കാനും മഴ കൃത്യമായിട്ട് കിട്ടണം, വെയിൽ ഒക്കെ, എല്ലാ ഋതുഭേദങ്ങൾ അതിൻ്റേതായ രീതിയിൽ കൃത്യമായിട്ട് വരണം. കാർഷിക വിളകൾ വന്യമൃഗങ്ങളോ മറ്റ് കള്ളന്മാരോ മറ്റുള്ളവരോ നശിപ്പിക്കാതിരിക്കണം. കൃത്യമായിട്ട് വിളവ് കിട്ടണം. ചുരുക്കം പറഞ്ഞാൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടാവണം. അതിൽ തടസ്സമില്ലാതെ നടക്കണം. ഇത്രയേ വേണ്ടൂ. എന്നാൽ നേരത്തെ പറഞ്ഞ ആ യുദ്ധത്തിന് പോകുന്നവർക്ക് ആ പോർക്കലി പോലുള്ള യുദ്ധത്തിൽ സഹായിക്കാൻ തക്ക വിധത്തിൽ ശക്തിയുള്ള ദേവത വേണം. അപ്പോൾ അങ്ങനെയുള്ള വകഭേദങ്ങൾ എല്ലാ കാലത്തും കുലാചാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുലദേവതയെ തിരഞ്ഞെടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കേരളത്തിൽ എല്ലാ സമ്പ്രദായത്തിലാണെങ്കിലും ഏത് ജാതി ഭേദത്തിൽ, ഇപ്പോൾ നായരെന്നല്ല, ബ്രാഹ്മണ്യമാണെങ്കിലും ശരി, പുലയനാണെങ്കിലും ശരി, തീയനാണെങ്കിലും ശരി, എല്ലാ ജാതികളിലും കൃത്യമായിട്ട് കുലാചാരം സംരക്ഷിച്ചിരുന്നു. അവർക്ക് അവരുടേതായ പൂജാ രീതികളുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ മന്ത്രങ്ങളുണ്ടായിരുന്നു, നാടോടി മന്ത്രങ്ങളുണ്ടായിരുന്നു. അതായത് വേദങ്ങളൊക്കെ കേരളത്തിൽ വരുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു താന്ത്രിക സമ്പ്രദായം ഉണ്ടായിരുന്നു.
താന്ത്രിക വിദ്യകളുണ്ടായിരുന്നു, മാന്ത്രിക വിദ്യകളുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങൾ സാധാരണ നമ്മളിപ്പോൾ തൊഴുന്ന ക്ഷേത്രങ്ങളൊക്കെ ബ്രാഹ്മണ്യം വന്ന ശേഷം വേദമന്ത്രങ്ങളെ കൊണ്ടും ഇപ്പോൾ താന്ത്രിക മന്ത്രങ്ങളെ കൊണ്ടൊക്കെയാണ് പൂജ കഴിക്കുന്നത്. അതായത് സംസ്കൃത മന്ത്രങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കേട്ടാൽ മനസ്സിലാവാത്ത സംസ്കൃത മന്ത്രങ്ങൾ. ഇന്ന് ഇപ്പോൾ പുതിയ പൂജാ പഠനത്തിൻ്റെ ഭാഗമായിട്ടും കൂടുതൽ ആളുകൾ അങ്ങനെ തന്നെയാണ് പോണത്. നമ്മൾക്ക് വശമില്ലാത്തൊരു ഭാഷയിൽ ഒരു വിഷയം പഠിക്കുന്നതിൻ്റെ അപര്യാപ്തത അതിലുണ്ടാവും. അതായത് ഇപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് പഠിക്കണം, ആ പഠിക്കുന്ന വിഷയം പഠിക്കുന്ന മീഡിയമാണല്ലോ ആ ഭാഷ. ആ ഭാഷ തന്നെ നമുക്ക് വശമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇപ്പോൾ ഫിസിക്സ് പഠിക്കണമെങ്കിൽ ആ ഫിസിക്സ് പഠിക്കാൻ നമുക്ക് ആ പഠിക്കുന്ന ഭാഷ നമുക്ക് ആദ്യം വശം വേണം. ഇംഗ്ലീഷ് എനിക്ക് അറിയുമെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചാൽ എനിക്ക് ആ സബ്ജക്റ്റ് മനസ്സിലാവുള്ളൂ. എനിക്കറിയാത്ത ലാറ്റിൻ ഭാഷയിൽ ഞാൻ ഫിസിക്സ് പഠിച്ചിട്ടെന്താ കാര്യം? അപ്പോൾ സംസ്കൃതം നമുക്ക് നമ്മളുടെ ചില ബ്രാഹ്മണ കുലത്തിന് അത് പരിചയമുള്ള ഭാഷയാണ്. പക്ഷെ അല്ലാത്ത കുലങ്ങൾക്ക്, അതായത് സമുദായങ്ങൾക്ക് അത് അന്യഭാഷ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മലയാള മന്ത്രങ്ങളും മലയാള ചൊല്ല് മന്ത്രങ്ങൾ, വിളിച്ചോതൽ മന്ത്രങ്ങളൊക്കെ നമുക്ക് മാന്ത്രിക രീതിയെല്ലാം നമുക്ക് ഇതായിട്ടുണ്ടായിരുന്നു. എല്ലാ സമുദായത്തിനും ഉണ്ടായിരുന്നു. അത് എല്ലായിടത്തും ഒരുപോലെയല്ല, വ്യത്യസ്തങ്ങളായ വിധി. എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും സാധിപ്പിക്കത്തക്ക വിധത്തിലുള്ള മലയാള മാന്ത്രിക, അതായത് ദ്രാവിഡം എന്നാണ് നമ്മൾ പറയുക. നമ്മൾ ദ്രാവിഡ ഗോത്രമാണല്ലോ. അപ്പോൾ ദ്രാവിഡ മാന്ത്രിക വിദ്യ ഇവിടെ നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു വകഭേദമാണ്, തുടർച്ചയാണ് കുലാചാരം. അപ്പോൾ ഈ ഗോത്രവർഗ്ഗങ്ങളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ടല്ലോ, അതെ, അവിടെ അങ്ങനെ തന്നെയായിരിക്കും. അതെ, ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടേതായ ആവശ്യങ്ങൾ വേറെയാണ്. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനവിഭവങ്ങൾ കിട്ടണം. അവരുടെ പ്രത്യേകിച്ച് കാടിനകത്തായതുകൊണ്ട് അവിടെ വന്യമൃഗങ്ങളുടെ അടുത്തുനിന്ന് സംരക്ഷണം കിട്ടണം. പിന്നെ അസുഖങ്ങൾ കൂടുതലായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ ഈ പഴയ ഇപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടറിയാം, അവർക്ക് ഈ വസൂരി പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആ കുട്ടിയെ എടുത്തിട്ട് അവർ അവരുടെ ആ ഒരു 4 കല്ലൊക്കെ വെച്ചിട്ടൊരു ഗോത്ര ദേവത ഉണ്ടാവും. ആ ദേവതയുടെ മുമ്പിൽ പോയിട്ട് അവർ വിളിച്ചു ചൊല്ലി കരഞ്ഞ് പറയും, ഇതിങ്ങനെ സംഭവിച്ചല്ലോ, അതെന്തിനാണത് മാറ്റിത്തരാന്നൊക്കെ. അപ്പോൾ അവരുടെ ആശ്രയം അതാണ്. ഇപ്പോൾ കാട്ടിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള ലൈഫ് ഓരോ മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അവരുടേതായ ഭാഷയിലുണ്ട്. മലയാളത്തിൻ്റെ ഒരു വകഭേദമാണല്ലോ ഗോത്രഭാഷ. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഗോത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, പുറത്തുള്ളതല്ല. നമ്മൾ കേരളത്തിലെ മലയാളത്തിൻ്റെ തന്നെ ഒരു വകഭേദങ്ങളുള്ള ഭാഷയാണ് അവർ ഉപയോഗിച്ചത്. ഇപ്പം നമുക്ക് തന്നെ സിനിമകളൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, പല ഒരു സ്ലാങ് വേറെയാണ് പല രീതിയിൽ. ഇപ്പോൾ വയനാട് പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ആ ഭാഷയിൽ അവർക്ക് മന്ത്രങ്ങളുണ്ട്. നമ്മൾക്ക് നല്ല അച്ചടി ഭാഷയിലുള്ള മന്ത്രങ്ങൾ വേറെയുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ മലയാള ഭാഷയിലുള്ള മന്ത്രങ്ങളെന്ന് പറയുമ്പോൾ ആ ഭാഷയെ തന്നെ ഒരു എന്താ പറയുക, സ്ഥലത്തിനനുസരിച്ച്, അതായത് ഏരിയ മാറുന്നതിനനുസരിച്ച് ഭാഷയിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ. അത് നമ്മൾ കഴിഞ്ഞ ആ ഭാഷാ വ്യത്യാസങ്ങൾ പോലും മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ ദേശങ്ങൾക്ക്, ഇപ്പോൾ കല്ലടിക്കോട് മലബാര സമ്പ്രദായത്തിലുള്ള മന്ത്രങ്ങളുടെ ശൈലിയല്ല ഇങ്ങോട്ട് മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് ജനിച്ച മന്ത്രങ്ങളുടെ ശൈലി. അപ്പോൾ ഭാഷാന്തരമായിട്ടും ആ ഒരു എന്താ പറയുക, കുലങ്ങൾ മാറുന്നതിനനുസരിച്ചും അതുപോലെ ആ ഒരു സ്ലാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചാരണം മാറുന്നതിനനുസരിച്ചൊക്കെ മന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് മന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. കൃത്യമായി കുലാചാരം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമായിരിക്കും? കുലാചാരം സംരക്ഷിച്ച് ആചരിച്ച് വരുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയാണോ നമ്മളുടെ പൂർവികർ, അതായത് ആദ്യമായിട്ട് ഈ കുലദേവതയെ കണ്ടുപിടിച്ച് പ്രത്യക്ഷപ്പെടുത്തി കുടിയിരുത്തിയ ആ കാരണവർ എന്തൊക്കെയാണോ ആ ദേവതയെ കൊണ്ട് നമുക്ക് സാധിപ്പിച്ച് തരാൻ സാധിക്കുമെന്ന് കരുതിയത്, അതെല്ലാം നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ് ഒന്നാമത്തെ ഗുണം. എന്ന് വെച്ചാൽ ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ചേച്ചി. എന്താണെന്നറിയോ, ഇപ്പോൾ കാലാന്തരങ്ങൾക്ക് ഇപ്പുറത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളിൽ വ്യത്യാസം വന്നു. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ കുലത്തിൽ നമ്മുടെ ഒരു പൂർവികൻ അന്നത്തെ നമ്മുടെ തൊഴിൽ മാർഗം കൃഷിയായിരുന്നിരിക്കും ഒരു പക്ഷേ. ഇന്നത് മാറി. ഇന്ന് എല്ലാവരും IT അല്ലെങ്കിൽ ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ മറ്റു തൊഴിൽ ചെയ്യുന്നവരാണ്, മാർക്കറ്റിംഗ് സൈഡ് ജോലി ചെയ്യുന്നവരാണ്. അന്ന് ആ തൊഴിൽ മാർഗ്ഗമില്ല. പക്ഷേ ഈ കുലദേവതയെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് കൃഷി സംരക്ഷിക്കാനും കൃഷി കാര്യങ്ങൾ നോക്കാനുമാണ്. അപ്പോൾ അവിടെ ഈ ഇന്നത്തെ കാലത്ത് അതിന് ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതും അനിവാര്യതയാണ്. അത് ഇന്ന് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കുറച്ച് ആളുകളൊക്കെ അതിലേക്ക് ചിന്തിച്ച് ഇപ്പം എന്നോട് തന്നെ പല ആളുകളും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അന്നത്തെ തൊഴിലല്ല ഇന്ന് നമ്മൾ ചെയ്യുന്ന തൊഴിൽ.
കുലദേവത കുലത്തിൻ്റെ കുലത്തൊഴിൽ സംരക്ഷിക്കാനും കൂടിയാണ് പ്രധാനമായിട്ട് ആ കുലദേവതയുടെ ഒരു നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. അപ്പോൾ അന്നത്തെ കുലത്തൊഴിലല്ല ഇന്ന് ചെയ്യുന്നത്. അന്ന് ആശാരി പണി ചെയ്തിരുന്ന ആളുകൾ ഇന്ന് ആശാരിപ്പണി ചെയ്യുന്നില്ല. അവർ അവരുടെ മക്കളൊക്കെ ഇന്ന് മക്കളുടെ മക്കളൊക്കെ ഡോക്ടേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അന്ന് കൃഷി ചെയ്യുന്ന നമ്മളുടെ പൂർവികർ കൃഷി ചെയ്തിരുന്നു. അന്നത്തെ ആ കാർഷിക ദേവതയ്ക്ക് കൃഷി സംരക്ഷിക്കാനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന തൊഴിൽ വേറെ എന്തെങ്കിലും കച്ചവടം മറ്റെന്തെങ്കിലും ബിസിനസ്സും ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ജോലിക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ മാർഗ്ഗങ്ങളായിരിക്കും. അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. ആ ഒരു തൊഴിലിനെ പരിപാലിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ഈ കുലദേവതയ്ക്ക് ആ പൂർവികം പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ തൊഴിൽ മേഖല മാറി. മനസ്സിലായില്ലേ? അതായത് അന്നത്തെ അപ്പോൾ ആ ദേവതയിലും ആ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വർഷം ഉത്സവം നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഉത്സവം നടത്തുമ്പോൾ ആളുകൾ ചെന്ന് പോയി ആവലാതി പറഞ്ഞിട്ടും പ്രാരാബ്ദങ്ങൾ പറഞ്ഞിട്ടും അതിൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ ഒറ്റവാക്കി പറയുന്ന, അതുകൊണ്ട് ഈ ദേവതയുടെ ചൈതന്യക്ഷയം വരും, ചൈതന്യലോപം വരുമ്പോൾ അതിനെ ഉത്സവം നടത്തിയിട്ട് ആ ചൈതന്യത്തിനെ നിറച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഉത്സവം. അത് വന്നിട്ടില്ലെങ്കിൽ ഈ ക്ഷേത്രം തന്നെ ക്രമേണ ക്ഷയിച്ചു പോകും. കാരണം ദേവനിലേക്ക് ഉത്സവങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ കാരണം ഇപ്പോൾ ഒരു വർഷകാലത്തേക്ക് ഈ ആളുകൾ ചെന്ന് അവിടെ ആവലാതി പറയും. പ്രധാനമായിട്ട് 90% അതാണല്ലോ. ഈ ആവലാതികൾ കേട്ടിട്ടും പിന്നെ അത് സ്വീകരിച്ചിട്ടും ഈ ദേവതയുടെ ചൈതന്യത്തിന് ലോപം വരും. ഈ ചൈതന്യലോപം വന്ന് ചൈതന്യക്ഷയം വരുമ്പോൾ അതിനെ രണ്ടാമത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് ചൈതന്യമുറ്റതാക്കാൻ വേണ്ടിയിട്ടാണ് ഉത്സവം നടത്തുന്നത്. അപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് വേദമന്ത്രങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ താന്ത്രിക ക്രിയകൾ കൊണ്ടും ഭക്തിയോടെയുള്ള പിന്നെ പ്രാർത്ഥന കൊണ്ടും ദേവനെ പഴയ അവസ്ഥ പിന്നെ വാദ്യങ്ങളെ കൊണ്ടും പിന്നെ കലാരൂപങ്ങളെ കൊണ്ടും വിവിധങ്ങളായ ക്രിയകളെ കൊണ്ട് ദേവനെ പഴയ പൂർവ്വ ചൈതന്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ ഉത്സവക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെയും വേണം. ഇപ്പോൾ നമ്മളുടെ അന്നത്തെ തൊഴിലല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ തൊഴിൽ സംരക്ഷിക്കാനും പരിപാലിക്കാനും വേണ്ടിയിട്ട് ആ ദേവതയെ നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടതും അത്യാവശ്യമാണ്. അത് ഒരുവിധ ആളുകളൊക്കെ അത് പിന്നെ വിസ്മരിച്ചു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പൈസ ഒഴിഞ്ഞ് അപ്പൊ ഈ ദുരിതങ്ങളൊക്കെ മാറണേന്ന് പറഞ്ഞാണല്ലോ പൈസ അതാ പറയുന്നത്. അതായത് നമ്മളുടെ ദുരിതം ദേവന് ഇരിക്കട്ടെ എന്നാണല്ലോ. അതായത് ക്ഷേത്രത്തിനകത്തേക്ക് കയറിയ ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് പോയ പോലെ തിരിച്ചു വരാനല്ല, നല്ലത് കൊടുത്തിട്ട് വരാനും അല്ല. അതാരെങ്കിലും ചെയ്യോ? ഇപ്പൊ എനിക്ക് കുറെ നന്മയുണ്ട് ഭഗവാനെ നീ എടുത്തോ, എനിക്ക് എന്തെങ്കിലും ഇത് മതി അങ്ങനെ പറയില്ലല്ലോ. എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ കഷ്ടങ്ങൾ, എൻ്റെ അസ്വസ്ഥതകൾ, എൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ മാറി അത് ദേവൻ്റെ അത് ചൈതന്യമൊന്നും പ്രശ്നമല്ല. നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഈ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ക്ഷേത്രമൂർത്തി എന്ന് പറയുന്നത് എല്ലാ ഇതുപോലെയുള്ള ആവലാദികളെയും സ്വീകരിക്കാൻ കഴിവുള്ള ഒരു അക്ഷയപാത്രം പോലെ അനുഗ്രഹ കലകളെ ചൊരിയാൻ ശേഷിയുള്ളതെന്നാണ്. അങ്ങനെയല്ല. ഒരു തന്ത്രി അവനവൻ്റെ സ്വന്തം പ്രാണനെ തന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതാണ് വിഗ്രഹത്തിലേക്ക്. അത് ക്ഷേത്രം മേൽശാന്തി തന്ത്രി ഉണ്ടല്ലോ. തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിലെ കല്ലാകുന്ന, വിഗ്രഹമാകുന്ന, വിളക്കാകുന്ന, പീഠമാകുന്ന എന്തോ ആയിക്കോട്ടെ, അത് എങ്ങനെയാണോ വ്യത്യാസം അങ്ങനെ അതിലേക്ക് തൻ്റെ തന്നെ പ്രാണനെയാണ് സങ്കല്പിച്ച് കൊടുത്ത് അവിടെ ഇരുത്തുന്നത്. അപ്പോൾ ആ ക്ഷേത്ര തന്ത്രിയുടെ സ്വഭാവ സവിശേഷതകളോ ആ മൂർത്തിക്ക് ഉണ്ടാവും, ക്ഷേത്രമൂർത്തിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഞാനൊരു തന്ത്രിയാണ്, എനിക്കങ്ങനെ പെട്ടെന്നൊന്നും ഒരു കാര്യം കേട്ടാൽ അത്ര ദയ തോന്നാത്ത സ്വഭാവമാണ് എന്ന് വിചാരിക്കുക. ഒരാൾ പെട്ടെന്നൊന്നും രാവിലെ അതി പറഞ്ഞാലൊന്നും എൻ്റെ മനസ്സലിയില്ല. അത്രയേറെ ഉരച്ചു നോക്കി സ്ഫുടം ചെയ്തെടുത്ത് അല്ലെങ്കിൽ അത്രമേൽ പരീക്ഷിച്ചിട്ടേ ഞാനൊരാൾക്കൊരു ഉപകാരം ചെയ്യുള്ളൂ എന്നിരിക്കട്ടെ. ഞാനൊരു ദേവതയെ എൻ്റെ പ്രാണനെ കൊണ്ട് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ആ ദേവതയുടെ സ്വഭാവം അതായിരിക്കും. അവിടെ വന്നിട്ട് പെട്ടെന്ന് പിന്നെ എൻ്റെ മോൾക്ക് പ്രൊമോഷൻ കിട്ടണേ അല്ലെങ്കിൽ എൻ്റെ മകന് പിന്നെ കല്യാണം പെട്ടെന്ന് നടക്കണേ എന്ന് പറഞ്ഞാൽ ആ ദേവതയ്ക്കൊന്നും ചെയ്യിപ്പോവില്ല. കാരണം എൻ്റെ സ്വഭാവം അതല്ല. പെട്ടെന്ന് അത്രമേൽ ഒരു ജെനുവിനായ അല്ലെങ്കിൽ ഒരു വേണ്ടുന്ന ഒരു കാര്യം മാത്രം നടത്തി കൊടുക്കത്തക്ക വിധത്തിലുള്ള മനസ്സാണ് എൻ്റെ. അപ്പം ഞാൻ പ്രാണപ്രതിഷ്ഠ ചെയ്ത ആ ദേവതയ്ക്കും അതേ സ്വഭാവമായിരിക്കും. എന്നാൽ വളരെ എന്താ പറയുക, ഒരു ലോലഹൃദയനായൊരു വ്യക്തിയാണ് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതെങ്കിൽ, ഒരു മൂർത്തിയെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതെങ്കിൽ ഈ ദേവതയ്ക്ക് ആ സ്വഭാവമായിരിക്കും. ആരെങ്കിലും വന്ന് എന്തെങ്കിലും കരഞ്ഞു പറഞ്ഞാൽ ദേവത ഉടനെ സാധിപ്പിച്ചു കൊടുക്കും. കാരണം ആ തന്ത്രിയുടെ സ്വഭാവം പെട്ടെന്ന് മനസ്സലിയുന്ന സ്വഭാവമാണ്. അത് തന്നെ ആ ദേവതയ്ക്കും അങ്ങനെയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ വിഷയം ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുലാചാരപ്രകാരം നമ്മൾ കുലാചാരം അനുഷ്ഠിക്കുമ്പോൾ ആ ദേവതയ്ക്ക് ചെറിയ മാറ്റങ്ങളും നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ അത് സാഹചര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണം, ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ദേവതകൾക്കൊക്കെ ഉള്ള ആയുധങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളെന്താണ് വാള് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആയുധങ്ങൾ. അന്നത്തെ ആയുധങ്ങളാണ് സത്യത്തിൽ. അന്ന് അതേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് AK-47 അന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ദേവതയുടെ കയ്യിൽ അതായത്. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. കുറേ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഒരു തോക്ക് പിടിച്ച് വെക്കുന്ന ദേവതയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് വാള കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു യുദ്ധമുഖത്ത് ഒന്നും കാര്യമില്ല. അന്ന് യുദ്ധമുഖത്ത് വാളും പരിചയം കയറും തോട്ടിയും പിന്നെ പരിചയമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ ദേവതയ്ക്ക് അത് കൊടുത്തത്. അന്നത്തെ ആ ദേവതയെ സങ്കല്പിച്ച് സൃഷ്ടിച്ച വ്യക്തി, ഏതോ ഒരു വ്യക്തി. ഇതെല്ലാം നമ്മൾ മനുഷ്യൻ സൃഷ്ടിച്ചാണ് ദേവതകളുടെ ഭാവത്തിനെ. ദേവത എപ്പോഴും പ്രകൃതിയിലുള്ളത് തന്നെയാണ്. ഈശ്വരൻ പ്രകൃതിയിലുള്ള വിവിധങ്ങളായ ഭാഗം. അതിൽ നമ്മളുടെ ഒരു സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾക്ക് സങ്കല്പശക്തി കൊണ്ടും പ്രാണശക്തി കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാവത്തിലേക്ക് നമുക്ക് ആ ചൈതന്യത്തിനെ കൊണ്ടുവരാനുള്ള വിദ്യ നമ്മുടെ കയ്യിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരാളുടെ കുത്തകയൊന്നുമല്ല ഒരു ദേവതയും. അതിപ്പോൾ എല്ലാ നാനാവിധ മതസ്ഥർക്കും ഈ ദേവതകളുടെയൊക്കെ ഗുണങ്ങളും അതുകൊണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിക്ക് കൊണ്ടുവരാൻ നമുക്ക് ഉള്ള വിദ്യ നമ്മളെടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് കുലാചാരത്തിനെ കുറിച്ച് പറയാനുള്ളത്. കുലാചാരം അല്ലെങ്കിൽ കുലദേവത ആരാധന ഒരു കുടുംബത്തിൽ മുടങ്ങിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമായിരിക്കും? ദോഷങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കുലാചാരം നടത്തുന്നതിന് അല്ലെങ്കിൽ അത് ആചരിച്ചു വരുന്നതിൻ്റെ ഗുണങ്ങളെ പറഞ്ഞല്ലോ. പ്രധാന ദോഷം ഈ ഗുണങ്ങളൊന്നും നമുക്ക് ലഭിക്കാതെ പോകുക എന്നുള്ളതാണ് പ്രധാന ദോഷം. എന്തൊക്കെയാണോ കുലാചാരം സംരക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഗുണങ്ങൾ, ആ ഗുണങ്ങളൊന്നും കിട്ടാതെ ആവുക എന്നുള്ളതാണ് അതിൻ്റെ ദോഷവും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞ ഗുണങ്ങൾ, നമ്മുടെ തലമുറ, പ്രധാനമായിട്ടും തലമുറ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണം. ഞാൻ ആദ്യം നമ്മൾ ആയുസ്സും ആരോഗ്യത്തിനെയാണല്ലോ ആദ്യം പറയുന്നത്. നമ്മൾ ഇപ്പം തന്നെ നമ്മളിൽ എത്തി നിൽക്കുന്ന നമ്മുടെ പരമ്പര, നമ്മുടെ പൂർവികർക്ക് മക്കളുണ്ടായതുകൊണ്ടാണ്, അവർക്ക് മക്കളുണ്ടായതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് സ്ത്രീയും പുരുഷനുമായിട്ട് സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് അടുത്ത സന്താനങ്ങൾ ഉണ്ടാവുകയും അവിടെ അങ്ങനെയാണല്ലോ ഈ പരമ്പര ഉണ്ടാവുന്നത്. അത് എവിടെയെങ്കിലും വെച്ച് ബ്രേക്കായി പോകും. അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പോൾ ആദ്യം സന്താനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. ഇപ്പം തന്നെ അറിയാലോ എല്ലാവർക്കും. ഇപ്പോൾ എല്ലായിടത്തും പരമാവധി 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി, അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യമുണ്ട്. പണ്ട് ഈ 8-10 മക്കളൊക്കെ ഉണ്ടായിരുന്നത് അന്നത്തെ സർവൈവൽ നിരക്ക് കുറവായിരുന്നു. 10 പ്രസവം നടന്നാലാണ് ഒരു 2-3 കുട്ടികളെ ആരോഗ്യത്തോടെ ആ പിതാവിനും മാതാവിനും അവരുടെ വാർദ്ധക്യകാലത്ത് കാണാൻ പറ്റുള്ളൂ. പണ്ട് ഒന്നാമത്തെ കാര്യം, പ്രസവത്തോടെ കുറേ കുട്ടികൾ, അന്നത്തെ ഇത്രയും ആധുനിക മെഡിക്കൽ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ പ്രസവത്തിലൊക്കെ അങ്ങനെ മരിച്ചു പോകും. പിന്നെ ഒരു ബാലാവസ്ഥയിൽ തന്നെ പല അസുഖങ്ങൾ വന്നിട്ട്, പോളിയോ പോലെയുള്ള പണ്ട് പല അസുഖങ്ങൾ വന്നിട്ട് അങ്ങനെ കുറേ കുട്ടികൾ മരിച്ചു പോകും. പിന്നെ ഈ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് പല അപകടങ്ങളായിട്ട് മൃഗങ്ങളുടെ ആക്രമണത്തിലും പിന്നീട് യുദ്ധത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവസാനം അതുകൊണ്ടാണ് അന്നത്തെ ഇത്രത്തോളം മക്കൾ, ഈ 8-10 മക്കളൊക്കെ ഉണ്ടായിരുന്നത്. ഈ ശൈശവ മരണങ്ങൾ വളരെ കുറവാണ് പൊതുവെ. അതായത് മെഡിക്കൽ അനാസ്ഥ കൊണ്ടുള്ള മരണങ്ങൾ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് മെഡിക്കൽ അനാസ്ഥ കൊണ്ടുള്ള, അതായത് ചികിത്സ ലഭ്യമല്ലാതെ ഉള്ള മരണങ്ങൾ ഇന്ന് കുറവാണ്. ഇന്ന് അതിനുള്ള ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് തലമുറ ചുരുങ്ങി വന്നത്. അപ്പോൾ അത് ലോപിച്ച് അവസാനം ഇല്ലാതിരിക്കുകയോ എവിടെയെങ്കിലുമൊക്കെ തലമുറകൾക്ക് ഈ അപമൃത്യു പോലെയൊക്കെ ഉണ്ടാവുകയോ, ഒരു പെൺകുട്ടി ജനിച്ച് വളർന്ന് ആ കുട്ടി ഗർഭം ധരിച്ച് അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാണല്ലോ ആ തലമുറയ്ക്ക് അവിടെ അടുത്ത ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കുന്ന അവസ്ഥ വരും. ഇനി ഉണ്ടായാൽ തന്നെ അത് വഴിയിൽ വെച്ച് എവിടെയെങ്കിലും മുറിഞ്ഞു പോകുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ പിന്നെ ആൺകുട്ടികളാണെങ്കിൽ തന്നെ എന്തെങ്കിലും അപകടങ്ങളിലോ മറ്റെന്തെങ്കിലുമോ ഒക്കെ അവർക്ക് അപകട മരണങ്ങളുണ്ടാവുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രധാനമായിട്ട് ആളുകൾ കുലാചാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുലാചാരം ഒരു വാക്ക് തന്നെ ഒരാൾ കേൾക്കുന്ന എപ്പോഴാണെന്നറിയോ? കുറച്ച് വർഷങ്ങളായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ 2000-ന് ശേഷം ഒരു 25 വർഷക്കാലം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് ഈ കുലാചാരം ഇത്ര മേൽ പൊട്ടിമുളച്ചത്. അതിന് മുമ്പുണ്ടായിരുന്നു. ഒരു 2000-ന് ശേഷം പ്രത്യേകിച്ച് ഒരു 25 വർഷക്കാലം, 2025 വരെ തന്നെ കുലാചാരം വളരെ ഒട്ടുമിക്ക കുടുംബങ്ങളൊന്നും ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നും പോയിട്ടുണ്ട്. നമ്മൾ ആ പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപമൃത്യുകൾ വരാൻ തുടങ്ങി, അസുഖങ്ങൾ വരാൻ തുടങ്ങി. കുട്ടികൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാവുന്നില്ല, വിവാഹം നടക്കുന്നില്ല, വിവാഹമോചനങ്ങൾ
ഒരുപാട് നടക്കുന്നു. കുട്ടികളുണ്ടാവാത്ത വന്ധ്യതാ ചികിത്സകൾ അല്ലേ, ഇപ്പോൾ വന്ധ്യതാ ക്ലിനിക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് നടക്കുന്നു. അപ്പോൾ ഫെർട്ടിലിറ്റി ഇല്ലാണ്ടായി. ഇപ്പോൾ ഈ കുലദേവതയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുലവർദ്ധനവാണ്. കുലവർദ്ധനം നമ്മൾ ഈ പൊങ്കാല ഇടുന്നുണ്ടല്ലോ, പൊങ്കാല ഇടുന്നതിൻ്റെ നമ്മുടെ കുലവർദ്ധനവിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ പൊങ്കാല ഇടുന്നതിൻ്റെ സങ്കല്പം തന്നെ. അപ്പോൾ കുലം വർദ്ധനവില്ലാതെ എവിടെയെങ്കിലും അത് ഇങ്ങനെ ലോപിച്ച് ക്രമേണ ആ ഒരു കുലം നിന്ന് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതാണ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. പിന്നെ തൊഴിലിൽ അഭിവൃദ്ധി ഇല്ലാതിരിക്കുക എന്ന് വേണ്ട, ഒരു മനുഷ്യന് എന്തൊക്കെ കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടാവും അത് നമുക്കിങ്ങനെ മനസ്സിലാവും ഒരു ഘട്ടമായിട്ട്, ഇങ്ങനെ കുറേശ്ശെയായിട്ട്. ആദ്യമൊന്നും ചിന്തിക്കില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെയുള്ള ഞൊണ്ടി ന്യായങ്ങളെ കൊണ്ട് നമ്മളതിനെ ഓട്ടയടിക്കും. പിന്നീട് ഒരു ജ്യോത്സ്യനെ കാണാമെന്നുള്ളത് തീരുമാനിക്കും. ഏത് നിരീശ്വരവാദിയായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലാതെ അവനവൻ്റെ മക്കളെയും കുടുംബത്തും തൊടുമ്പോൾ രഹസ്യമായിട്ടാണെങ്കിലും ഒരു ജ്യോത്സ്യനെ പോയി കാണും. ഇനി ജ്യോത്സ്യനെ കണ്ടാൽ തന്നെയും ഇത് നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ജ്യോത്സ്യനെ കാണുമ്പോഴായിരിക്കും ഇതിലേക്കൊക്കെ എത്തുക. ആദ്യം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്കറിയില്ല, അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ കഴിവിന് കൂടി അനുസരിച്ചിരിക്കും, ഇവരുടെ യോഗ അനുസരിച്ചിരിക്കും. ഇവർക്ക് ഇതിൽ നിന്ന് മുക്തി നേടാൻ യോഗമുണ്ടെങ്കിൽ അവർ യഥാർത്ഥ ഒരു ആചാര്യൻ്റെ അടുത്ത് എത്തിപ്പെടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ആൾ, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു അസുഖത്തിനോ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ മാറിയില്ല, നമ്മൾ വേറെ ഡോക്ടറെ കാണിക്കില്ലേ? അയാളെ കാണിച്ചു മാറിയില്ല, ഇനി ആ ചികിത്സ എന്ന് പറഞ്ഞ സമ്പ്രദായം വേണ്ടെന്ന് നമ്മൾ പറയില്ലല്ലോ, അത് പറയില്ല. പക്ഷെ ജ്യോത്സ്യൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അയാളുടെ അടുത്ത് പോയി കുറേ ഇതൊക്കെ ചെയ്തു, എന്താ കാര്യം? അങ്ങനെ പറ്റില്ല. നമ്മളപ്പോൾ ചിന്തിക്കണം, നമ്മൾ യഥാർത്ഥ ആളുടെ അടുത്തെത്തിയിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് നമ്മുടെ കുടുംബം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരാളടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള പെരുമാറ്റം അല്ലെങ്കിൽ പറഞ്ഞ പരിഹാരങ്ങളൊന്നും നമുക്ക് ഫലിച്ചില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ മറ്റൊരാളെ കൺസൾട്ട് ചെയ്യണം. സെയിം നമ്മളൊരു അസുഖം വരുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു ആസ്ട്രോളജറെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് ഒരാളടുത്ത് പോയിട്ട് നമുക്കതിന് വേണ്ട പ്രതിവിധി കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ആളടുത്ത് പോകണം. ചിലപ്പോൾ 3 ആൾ 4 5-ാമത്തെ ആളടുത്തുനിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് യഥാർത്ഥ പ്രതിവിധി കിട്ടുന്നത്. ഇപ്പോൾ പൊതുവേ ഈ ഇടക്കാലത്തുണ്ടായിരുന്ന ജ്യോത്സ്യന്മാരുടെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത എല്ലാ മഹാക്ഷേത്രങ്ങളിലേക്കും വഴിപാടുകൾ കൊടുത്തു വിടുക, നാടായ നാട് മുഴുവൻ ആളുകളെ ഓടിക്കുക, ഈ വലിയ വഴിപാടുകൾ എഴുതിക്കുക, പൂജ ചെയ്യണം എന്ന് പറയുക. ഇതൊന്നും യഥാർത്ഥത്തിലൊരു പരിഹാരമേ അല്ല. മഹാക്ഷേത്രങ്ങളൊന്നും പോയിട്ട് നമ്മൾക്ക് ഒരു ഇല കൊണ്ടും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ കുലദേവതയെ സംരക്ഷിച്ചിട്ട് വേണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ വീട്ടിൽ അമ്മയെ പട്ടിണിക്ക് ഇട്ടിട്ട് അപ്പുറത്തുള്ള വീട്ടിലുള്ള ആൾക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. സെയിം വേ. അപ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ഒക്കെ പറയുന്ന നമ്മൾ ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ കുലദേവതയെ പ്രീതിപ്പെടുത്താത്ത ഒരാൾ അങ്ങോട്ട് ചെന്നാൽ ഭഗവാന്റെ ദൃഷ്ടിയിൽ പോലും പെടുന്നില്ല എന്നാണ് പറയണത്. ഇന്ന് എത്ര പേര് വന്നു? 1 ലക്ഷം ആൾ വന്നു തൊഴുതുപോയി. ഭഗവാൻ എത്ര ആൾ വന്നു? 15 ആൾ വന്നു എന്ന് പറയും. നമ്മളുടെ കണ്ണിൽ, അതായത് നമ്മുടെ ഡോക്യുമെന്റേഷനിൽ മാത്രമാണ് ഈ 1 ലക്ഷം ആൾ വന്ന് തൊഴുതുപോയി എന്നുള്ളത്. ഭഗവാന്റെ പേജിൽ ചെറിയൊരു പേപ്പറിൽ അന്ന് 15 ആൾ തന്നെ വന്ന് ദർശിച്ചു പോയി, കണ്ട് അല്ലെങ്കിൽ തൊഴുതുപോയി, പ്രാർത്ഥിച്ചു പോയി. ഭഗവാന്റെ കണ്ണിൽ പെടുക എന്നുള്ളത് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ കുലദേവത. അതെ. അപ്പോൾ അവിടുന്ന് എല്ലാത്തിനും പരിഹാരമായല്ലോ. ഇനിയിപ്പോൾ മഹാക്ഷേത്രങ്ങളിൽ പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ കുലാചാരം സംരക്ഷിക്കാതെ മഹാക്ഷേത്രങ്ങളിൽ പോയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കുലദേവതയെ ആചരിക്കേണ്ടത് എപ്പോഴൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ആയിരിക്കാം? അതെ, അത് കുലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ജനറലായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ അച്ഛനെ അമ്മയെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു നോട്ട് ബുക്കിൽ നിയമങ്ങളായിട്ട് എഴുതാൻ പറ്റില്ല. അവനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലും നോക്കാം, ഏത് അറ്റം വരെയും നോക്കാം. എന്നാലും ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കാൻ പറ്റില്ല എങ്കിലും പറയാം. പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മിനിമം ഒരു വർഷത്തിലൊരിക്കലെങ്കിലും കുലാചാരം ആചരിച്ചിരിക്കണം, അല്ലെങ്കിൽ സംരക്ഷിച്ചിരിക്കണം. അതിപ്പോൾ എന്താണോ നമ്മളെ കുടുംബത്തിലുള്ളത്. കുലാചാരം മാത്രമല്ല, ചിലപ്പോൾ പറമ്പിൽ സർപ്പങ്ങളുണ്ടാവും, സർപ്പത്തറകളുണ്ടാവും, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. സർപ്പത്തറകളുണ്ടാവും, രക്ഷസുണ്ടാവും, ബ്രഹ്മരക്ഷസുണ്ടാവും, പിന്നെ ഈ കുലദേവത ഉണ്ടാവും, ഗുരുമുത്തപ്പനുണ്ടാവും. അത് എന്താണോ അതെല്ലാം ചേർത്താൻ ഞാൻ പറഞ്ഞു. ഒന്നല്ല ഇനി കുലദേവത മാത്രം സർപ്പം അവിടെ ഇരിക്കട്ടെ, അങ്ങനെയല്ല. എന്തെല്ലാം നമ്മളുടെ പൂർവികരായിട്ട് ആചരിച്ച് വന്നിട്ടുണ്ടോ എല്ലാം തന്നെയും വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായിട്ടും പരിപാലിച്ചിരിക്കണം, ആചരിച്ചിരിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, എങ്ങനെയാണോ പൂർവികർ ആചരിച്ചെന്ന് അതിൽ നിന്നൊരു അണുവിട തെറ്റാതെ ആചരിച്ചിരിക്കണം.
ഒരു ആചാര്യം. അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ, അപ്പൊ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോ അത് അറിയണ്ടാവില്ല എങ്ങനെയായിരിക്കും എന്ന്. അപ്പൊ അവരെങ്ങനെ അതൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഏതോ ഒരു തലമുറക്കാർക്ക് പറ്റിയ തെറ്റാണ്. ഈ പൂർവികന്റെ ചിന്ത ശരിയായിരുന്നു. പൂർവികൻ ചിന്തിച്ചത് ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവരടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പം ഇത് മുറിഞ്ഞു പോകുന്നില്ലല്ലോ. അപ്പം ഇത്രയും മക്കളുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഇത് സംരക്ഷിച്ചോളും എന്നുള്ള ഒരു മിഥ്യാധാരണയുടെ പുറത്തായിരിക്കും ആ പൂർവികൻ അത് ചെയ്തത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണുകുടുംബമാണ്, അതുകൊണ്ട് അല്ല, അതങ്ങനെ ആയിപ്പോയല്ലോ. എങ്കിലും നമ്മളത് സംരക്ഷിച്ച് പോന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഈ വിദ്യ നമ്മളിൽ എത്തിപ്പെട്ടേനെ. പക്ഷെ അത് എവിടെയോ മുറിഞ്ഞു പോയ കേസാണ് ഇപ്പോൾ ചേച്ചി ചോദിക്കുന്നത്. മുറിഞ്ഞു പോയി ഇപ്പോൾ ഒന്നുകിൽ നമ്മളിപ്പോൾ കുടുംബത്തിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓർമ്മകൾ ഇതിനെക്കുറിച്ച് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ നിന്നുള്ള ഓർമ്മകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇത് അറിയാവുന്ന ആചാര്യന് കൊണ്ട് കൊടുക്കണം. അത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇതൊക്കെ അഞ്ഞു പോയി. പക്ഷേ എൻ്റെ കുടുംബത്തിലെ ഇപ്പം നിലവിലുള്ള കാരണവർ ഇങ്ങനെയൊക്കെയാണ് പറയണേ, രാത്രിയാണത്രേ നടത്താറ്, പറമ്പിന് ഇന്നറ്റത്താണത്രേ, ഇന്ന ദിശയിലാണ്, ഇന്ന മരത്തിൻ്റെ ചോട്ടിലാണ്, കല്ലാണത്രേ എന്നൊക്കെ പറയും. ഇപ്പൊ ചിലർ പറയാം അങ്ങനെ കോഴിയെ അറുത്തിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ആചാര്യനെ ഏറെക്കുറെ മനസ്സിലാവും അത് ഇന്ന ദേവതയാണ്, അങ്ങനെ മനസ്സിലാവും, ഏറെക്കുറെ മനസ്സിലാവും. പിന്നെ പ്രശ്നചിന്ത നമ്മൾ പറഞ്ഞല്ലോ, അത് ആ ഗൃഹത്തിൽ വെച്ച് തന്നെ നടത്തണം. എവിടെയോ ഇരിക്കുന്ന ഒരു ജ്യോതിഷിയുടെ വീട്ടിലോ ഓഫീസിലോ പോയിട്ട് നമ്മുടെ പറമ്പിൽ ഏത് ദേവത ഉണ്ടെന്ന് വെച്ചാലൊന്നും അതൊന്നും അങ്ങനെ സാന്നിധ്യം കാണണം നിർബന്ധമൊന്നുമില്ല. കാണാൻ നിർബന്ധമില്ല എന്ന് വെച്ചാൽ അതിനുള്ള സാധ്യത 10% താഴെയാണ്. അവനവൻ്റെ സ്വന്തം ഗ്രഹത്തിൽ ജ്യോതിഷത്തിൽ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് അതീവ ജാഗ്രതയോടെയും അതീവ വിശ്വാസത്തോടെയും കൂടിയിട്ട് കുടുംബാംഗങ്ങൾ ഒത്തുകൂടി അദ്ദേഹത്തെ കൊണ്ട് പ്രശ്നം ചിലപ്പോൾ ഇനി ആദ്യത്തെ പ്രാവശ്യം പ്രശ്നം വയ്ക്കുമ്പോൾ കണ്ടു എന്നും ചിലർ അങ്ങനെയും പെടും. ഇപ്പോൾ ഈ എല്ലാവരുടെയും അരിപ്രശ്നത്തിനാണല്ലോ അവർ ഈ ജ്യോത്സ്യന്മാരും അവരുടെ അരിപ്രശ്നമുണ്ട്. ഇപ്പോൾ എനിക്ക് ഇത് എൻ്റെ കർമ്മ മേഖലയല്ല, പക്ഷേ എങ്കിലും അതിൽ ചെയ്യുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അവനവന് ഇപ്പോൾ ഒരു സംഖ്യ കൊടുത്തിട്ടാണ് ഒരു ആസ്ട്രോളജറെ വീട്ടിൽ കൊണ്ടുവരുന്നത്, താമ്പൂല പ്രശ്നത്തിനോ ഗ്രഹരാശി പ്രശ്നത്തിനോ എന്താ വെച്ചാൽ. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയണ്ടേ? ചിലപ്പോൾ ഒന്നും പ്രശ്നത്തിൽ കാണില്ല, അങ്ങനത്തെ സാഹചര്യം വരും. കാരണം അത് ഇദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, ആ ദോഷങ്ങളൊന്നുമില്ല, അല്ല ദോഷങ്ങൾ ഉണ്ടായാലും കാണാതിരിക്കും ചിലപ്പോൾ. അങ്ങനെയും പറയാൻ പറ്റില്ല, എപ്പോഴും ഇത് തെളിഞ്ഞ് വന്നോളം നിർബന്ധമൊന്നുമില്ല. കാരണം അതൊരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഗൃഹസ്ഥൻ്റെ ആ വീടിൻ്റെ പിന്നെ അവരുടെ സ്വഭാവശുദ്ധി, അവരുടെ യോഗങ്ങൾ, കർമ്മങ്ങൾ, അവരുടെ ദശകൾ, പല പല കാരണങ്ങൾ അത് ബാധിച്ചിരിക്കും അവിടുത്തെ. അപ്പോൾ അങ്ങനെ തെളിയാതിരുന്ന ഇത് മറ്റൊരു അവസരത്തിൽ ഒന്നുകൂടി നടത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ധൈര്യം ചിലപ്പോൾ, കാരണം പൈസ മേടിക്കുന്ന കാരണം ഇപ്പം എന്തെങ്കിലും ഒന്ന് പരിഹാരം പറഞ്ഞു കൊടുക്കാതെ അവിടെ നിന്ന് വന്നാൽ കൊടുത്ത കാശിന് അതായത് പണിയെടുത്തില്ല എന്ന് അവർ ചിന്തിക്കുമോ എന്നീ ജോലിസിന് പേടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചിലർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നീട് അത് ശരിയാവാതെ വരാനും അങ്ങനെയും സാധ്യതയുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമനായ അല്ലെങ്കിൽ പണ്ഡിതനായ ഒരു ജോലിസിനെ കൊണ്ടുവന്ന് ഗൃഹത്തിൽ വെച്ച് പ്രശ്നം വെച്ച് കണ്ടുപിടിക്കണം. അത് 1, 2, 3 പ്രാവശ്യം എടുത്തേക്കാം, പക്ഷെ കാര്യം കണ്ടുപിടിച്ച് അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള രണ്ടാമത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കുലാചാരം അനുഷ്ഠിക്കുമ്പോൾ അത് കുടുംബാംഗങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കണം. ഇത് ഒരു ക്ഷേത്രപൂജ ചെയ്യുന്ന പോലെയല്ല അതിൻ്റെ സങ്കല്പം. അതാണ്, അത് കുടുംബത്തിലൊരു അംഗം തന്നെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ ആരായിരിക്കും ഈ കുലാചാര പൂജ ചെയ്യേണ്ടത്? ആരായിരിക്കും കുലാചാരം? അതായത് ഇപ്പോൾ ഈ നിലവിൽ ഇത് ഒരു ഗൃഹത്തിൽ ആരാ ചെയ്യേണ്ടത്? ആരായിരിക്കും ചെയ്യേണ്ടത്? സാധാരണയായിട്ട് ഇപ്പോൾ ആ തലമുറയിലെ ഇപ്പോൾ ഒരു പെൺമക്കളുടെ ആൺകുട്ടികളാണ് ചെയ്യാൻ നല്ലത്. നമുക്ക് ഒരു കുടുംബം സങ്കല്പിക്കാം. ഒരു കുടുംബം സങ്കല്പിച്ചു, അവിടെ ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട്, അവർക്ക് മക്കളുണ്ട്. അങ്ങനെ മക്കളുണ്ടെങ്കിൽ ആൺകുട്ടി മൂത്ത ആളോ ആരെങ്കിലും അതിൽ, അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ള ആള്, ഈ ഉപാസനയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു തലമുറക്കാരൻ അതിലുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യണം. ഇപ്പൊ മൂത്ത ആളാന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ഇതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അദ്ദേഹം ചെയ്യണം നിർബന്ധം. ഈ ആൺകുട്ടികൾ തന്നെ ചെയ്യണം. ആൺകുട്ടികളാണ് സാധാരണ കുലാചാരം ചെയ്ത് കാണാറുള്ളത്. അങ്ങനെയാണ്. ഇനി ഇല്ലാത്ത ആൺകുട്ടി ഇല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണല്ലോ. അതായത് ഒന്നീ കുട്ടിയുടെ അച്ഛനുണ്ടാവും, ഇല്ലെങ്കിൽ കുട്ടി ആളെന്നെ ഉണ്ടാവും. അങ്ങനെയാണ്. ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അതിനൊരു സ്ത്രീകൾ തന്നെ ചെയ്യുക, ഇനിയിപ്പോൾ അടുത്ത വംശം ഉണ്ടാവട്ടെ എന്നുള്ള അങ്ങനെയൊക്കെ അല്ല. പക്ഷെ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ
പെൺകുട്ടികളുടെ ആൺസന്തതി. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ വീട്ടിൽ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട്. അവർക്ക് മക്കളുണ്ടാവുമ്പോൾ ഈ മൂത്ത മകനാണ് ഇപ്പോൾ നിലവിൽ കുലാചാരം അനുഷ്ഠിക്കുന്നതെന്ന് ഇരിക്കട്ടെ, മൂത്ത മകൻ. പക്ഷെ ആ മകൻ കല്യാണം കഴിച്ച ആ മകന് കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയല്ല പിന്നീട് അത് ചെയ്യേണ്ടത്. കാരണം അത് വേറൊരു തറവാട്ടിലെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലല്ലേ കുട്ടി ഉണ്ടായത്, ജനിച്ചത്. അപ്പം മകളുടെ കുട്ടി, അതായത് ആ രക്തബന്ധത്തിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. മകന്റെ സന്തതി മരുമകളുടെ ഗർഭപാത്രത്തിലുണ്ടായതാണ്. മരുമകള്, അത് ഉദാഹരണം പറഞ്ഞാൽ ആ മരുമകള് മറ്റൊരു തറവാട്ടിലെ അംഗമാണ്. അപ്പം അത് അവിടെയാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ മകളുടെ മകൻ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, കുലാചാരം സംരക്ഷിക്കപ്പെട്ടാൽ മതി, അതാര് ചെയ്താലും ചെയ്യുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അത് ചെയ്ത് തുടർച്ചയായിട്ട് ചെയ്തു വരുമ്പോൾ അതിനുള്ള മാർഗങ്ങളും അതിനുള്ള ആളുകളൊക്കെ ഉരുത്തിരിഞ്ഞു വരും തലമുറകൾ തോറും. പിന്നെ ഒരു ബ്രാഹ്മണന് ഈ പൂജ ചെയ്യാൻ പറ്റുമോ? അതൊരു വളരെ ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഞാൻ കണ്ടു വന്നിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടി ഞാനൊരു വീട്ടിലങ്ങനെ കണ്ടു. ബ്രാഹ്മണന് കുലാചാരം ചെയ്യാൻ പറ്റും, ചെയ്യാം. ബ്രാഹ്മണന്റെ കുലത്തിലെ കുലാചാരം ചെയ്യാം. ബ്രാഹ്മണന്റെ കുലത്തിലെ അത് ചെയ്യണമല്ലോ. നായരുടെയോ ഈഴവന്റെയോ പുലയന്റെയോ കുടുംബത്തിലെ കുലാചാരം ചെയ്യാൻ ബ്രാഹ്മണന് പറ്റില്ല. ബ്രാഹ്മണന് കുലാചാരം ചെയ്യാൻ ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രാഹ്മണന്റെ കുലാചാരം ചെയ്യാം. അദ്ദേഹത്തിന്റെ കുലദേവത അല്ലല്ലോ ഇത്. പിന്നെ ഇതൊന്നും ഇങ്ങനെ ബ്രാഹ്മണിക്കലാവാതിരിക്കാനും കൂടിയാണ് നമ്മളെ. ഉദാഹരണം പറയട്ടെ, ഇപ്പം നമ്മൾ ഈ നായർ സമുദായം മുതൽ അവിടുന്ന് അങ്ങോട്ട്, അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇത് തുടർച്ച. അപ്പം അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയണത്. എല്ലാ കുലാചാരങ്ങളിലും ഈ ഇതുണ്ട്, എന്താ പറയുക, കോഴിയും മദ്യവും മാംസവും ഒക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പുറത്തേക്ക് പോകാതെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൂജാവിധി ഈ ബ്രാഹ്മണന് അനുഷ്ഠിക്കാൻ കഴിയില്ലല്ലോ, ഇതൊക്കെ ഉള്ള അതും കൂടി ഇതിൻ്റെ ഒരു കാരണമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത് ബ്രാഹ്മണിക്കലായി പോവാതിരിക്കാൻ വേണ്ടി. അത് മാത്രം ഇവർക്ക് ഇപ്പോൾ ഉദാഹരണം ചൊവ്വാ ഭഗവതി, നമ്മളവിടെ അറിയാലോ, ഒരുപാട് കുടുംബങ്ങൾ സംരക്ഷണ ദേവതയായിട്ടുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ചൊവ്വാ ഭഗവതി. അവരിതിനെ പറയുന്നത് നീച ചൊവ്വ എന്നൊക്കെയാണ്. കാരണം അവർക്ക് അപ്രാപ്യമായ ദേവതയാണത്. അതിനെ തെച്ചിപ്പൂവും ഇതും കൊടുത്താലൊന്നും. ഇപ്പോൾ ഞാനൊരു വീഡിയോയുടെ അടിയിൽ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം, ഇതിനെക്കുറിച്ച് ആരോ എന്തോ പറഞ്ഞപ്പോൾ അതിൻ്റെ പറയുന്നത്, ബ്രാഹ്മണൻ വന്ന് തെച്ചിപ്പൂവ് എറിഞ്ഞപ്പോൾ തുടങ്ങി കഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളവരെ കുറ്റം പറയുന്നതല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ കുലാണ്, വേദങ്ങളും അവരുടെ അതിലൊന്നും നമുക്കൊരു തർക്കമില്ല. പക്ഷെ നമ്മുടെ ഈ ദേവതയെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു രീതിയല്ല അവരുടെ രീതികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കോഴി വെട്ടി ബലി കൊടുക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഗുരുതി കൊടുക്കേണ്ട സ്ഥലത്ത് കുമ്പളങ്ങ വെട്ടിയാൽ പറ്റുമോ എന്നുള്ളതൊക്കെ അവർ കൊണ്ടുവന്നാണ്. അത് ഞങ്ങൾക്ക് പറ്റില്ല. അവർക്കൊരിക്കലും ഒരു കോഴി പിന്നെ ഇത് ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവരായിട്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ പിന്നെ സങ്കല്പിച്ച് കുമ്പളങ്ങ വെട്ടാം, സങ്കല്പിച്ച് നാളികേരം വെട്ടാം. അങ്ങനെ സങ്കല്പിച്ച് എന്നുള്ള ഇതുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഒരു കളറ് കലക്കിയിട്ട് ഒഴിച്ചാൽ അത് രക്തമാകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ക്ഷേത്രങ്ങളിലും ഈ കോഴിവെട്ട അങ്ങനെയുള്ള അതൊക്കെ നിർത്തി. അത് നിയമം വന്നു, അത് ഇങ്ങനെ നിരോധന നിയമം വന്നു. അതിനുശേഷം നിർത്തിയെങ്കിലും കുലാചാരങ്ങൾ നടക്കുന്നുണ്ട്, കുടുംബങ്ങളിൽ നടക്കുന്നിടത്ത് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ അഭിവൃദ്ധിയുണ്ട്. അല്ലാതെ നമ്മളുടെ അതാ ഞാൻ പറഞ്ഞത്, പൂർവികൻ ചെയ്തത് എന്താണോ അത് തന്നെ തുടരണം. അതിലാണ് വ്യത്യാസം വരുത്താൻ പാടില്ല. അപ്പോൾ ബ്രാഹ്മണന് ഒരിക്കലും നമ്മുടെ മറ്റൊരു സമുദായത്തിൻ്റെ കുലാചാരത്തിൽ ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ കുലാചാരം അനുഷ്ഠിക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഒരു കുടുംബത്തിൽ ഈ അനുഷ്ഠാനങ്ങളൊക്കെ മുടങ്ങി കിടന്നിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പുതിയ തലമുറ അതെങ്ങനെ പുനഃസ്ഥാപിക്കാൻ നോക്കും? പുതിയ തലമുറ പുനഃസ്ഥാപിക്കാൻ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പ്രായോഗിക വശം ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ. പ്രായോഗിക വശം ഒരാളിത് പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കണം. ആ ഒരാൾ ആഗ്രഹിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ കൂടി ആഗ്രഹമായി വരണം. അതിന് അദ്ദേഹം പ്രയത്നിക്കണം. അങ്ങനെ ഇതൊരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഒരു കുലം അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ആവശ്യമായി വരികയും അതിനുവേണ്ടി ചിന്തിക്കുകയും ഒരു ജ്യോത്സ്യനെ കണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൂർവികരുടെ അടുത്ത് അതായത് കാരണന്മാരുടെ അടുത്തൊക്കെ അന്വേഷിക്കണം എങ്ങനെയായിരുന്നു. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ താന്ത്രികമായൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഭഗവതി സേവ ഒരു 2-3 പ്രാവശ്യമൊക്കെ അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു വഴിയൊക്കെ തുറന്നു വരും എന്നുള്ളത് കാണാറുണ്ട്. ഒരു 90%. അല്ലാതെ നമ്മൾ ക്ഷേത്രങ്ങളിൽ അല്ല, വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൃഹത്തിൽ വെച്ച് നടത്തുന്ന ഭഗവതി സേവ,
അത് ഒരു 3 പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ, ചിലപ്പോൾ കൂടുതൽ വേണ്ടി വന്നേക്കാം, ഒരുപാട് വർഷമൊക്കെ ആയെങ്കിൽ ചെയ്ത് 3 പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ആ കുലാചാരത്തിലേക്ക്, അതായത് നമ്മൾ ആ ഭഗവതി സേവ ചെയ്യുമ്പോൾ കുലദേവതയ്ക്ക് ഒരു പങ്ക് അവിടെ അത് അങ്ങടാണ് വീണത്. നമ്മൾ ഇങ്ങനെ എറിഞ്ഞാലും ഭണ്ണാരത്തിൽ മറ്റേ ഏത് ദിക്കെന്ന് പറഞ്ഞാൽ അവസാനം വീണ ഒരു സ്ഥലത്തേക്കാണ് എന്ന് പറയും പോലെ ഭഗവതി സേവ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ദേവി മഹാത്മ്യം കൊണ്ടും മറ്റേ ഒക്കെയാണല്ലോ ഭഗവതി സേവ. അപ്പോൾ അത് ആ കുലദേവതയ്ക്ക് പോകുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ആ കുലദേവത അത് കുറേശ്ശെ അതിനുള്ള വഴികൾ കാണിച്ചു തരുന്നതായിട്ട് പ്രായോഗികമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗം ഇതാണ്. ഇപ്പോൾ ജനറലായിട്ട് വെച്ച് ഒന്നും അറിയില്ലെങ്കിൽ, ഒരു വിവരം ലഭ്യമല്ലെങ്കിൽ തുടർച്ചയായി ഭഗവതി സേവ ചെയ്യുകയും ശക്തമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അന്വേഷിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ കുലദേവത അത് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഏതെങ്കിലും മാർഗ്ഗേണ നമുക്ക് പറഞ്ഞു തന്നിരിക്കും എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. നന്ദി.